സ്കിറ്റിൻ്റെ റെക്കോർഡിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് നിൽക്കുവാണ് രണ്ടുപേരും അല്ലേ? എങ്ങനെയുണ്ടായിരുന്നു? ചേച്ചിയാണ് കണ്ടോണ്ടിരിക്കുന്നത്. ഞാൻ കേട്ടോണ്ടിരുന്നു. ഞാൻ ഡബ് ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. ചുറ്റും മൊത്തം ഡബ് ചെയ്താ. ഞാൻ ഡബ് ചെയ്യാൻ കയറുന്നേ ഉള്ളൂ. എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി, അടിപൊളി. പറയാൻ വല്ലതും ഉണ്ടല്ലേ? പിന്നെ സ്കിറ്റ് തന്നെ അടിപൊളിയാ. അതല്ലേ? ഓ, രസകരമായ കോമഡി ഒക്കെ ഉണ്ട്. തീർച്ചയായും ഉണ്ട്. ഇനി സ്റ്റേജിലാണ് കാണേണ്ടത്. ഞങ്ങള് തകർക്കണം, തകർക്കും. ഉറപ്പിച്ചു. പിന്നെ ഇനി എങ്ങനെയുണ്ട് പറയാ? ഇതൊരു പാഷാൺ ഷാജി എഴുതിയൊരു സ്കിറ്റാണത്. നാടൻ പാട്ടും തമിഴ് പാട്ടും, അതായത് തമിഴ്നാടും കേരളവും തമ്മിൽ ഒരുമിക്കുന്ന ഒരു മരണവുമായി ബന്ധപ്പെട്ട് ഒന്നിക്കുകയാണ്. ഈ ദുരന്തം വരുമ്പോഴാണ് എപ്പോഴും ഒന്നിക്കുന്നത്. അപ്പോൾ അതിൽ വരുന്ന തമാശകളാണ്. കാരണം പിന്നീട് ബാക്കി സ്കിറ്റിൽ കാണുന്നതായിരിക്കും നല്ലത്. അതിൽ സംഗീതമയമായിട്ടുള്ള, അതായത് തമിഴ് പാട്ടുകളും ഉണ്ട്, നാടൻ പാട്ടുകളും ഉണ്ട്, അതിൻ്റെ കൂടെ കോമഡിയും വരുന്നുണ്ട്. അപ്പോൾ ഒരു വലിയൊരു ഷോ ആണ് അല്ലേ? എനിക്ക് തോന്നുന്നു താരസംഘടനയും നിർമ്മാതാക്കളും കൈകോർത്തുള്ളൊരു ഏറ്റവും വലിയ ഷോ അല്ലേ? അത്തരം ഒരു ഷോ കാണുമ്പോഴാണ് നമുക്ക് തൃപ്തിയാവുന്ന രീതിക്ക് ആവുമല്ലോ അല്ലേ? അതെ. അത് പറയൂ അതിനെക്കുറിച്ചൊന്ന്. അല്ല, നമ്മൾ സാധാരണ അമ്മയുടെ പരിപാടികൾക്കാണ് നമ്മൾ ഒന്നിക്കുന്നത്. ഇതങ്ങനെയല്ല. പ്രൊഡ്യൂസേഴ്സ്, കാരണം അമ്മ വേണമെങ്കിൽ പ്രൊഡ്യൂസേഴ്സും വേണമല്ലോ. നിർമ്മാതാക്കൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ മാതാവാണ്. കാരണം അവരാണ് ജന്മം നൽകുന്നത് ഓരോ കലാകാരനും. അപ്പോൾ അവർക്ക് വേണ്ടി നമ്മൾ 101% കൂടെ നിൽക്കുന്നുള്ളതാണ്. തീർച്ചയായിട്ടും. ഷാജേണന്റെ സ്കിറ്റാലോ ഇപ്പോൾ ഇവർ ചെയ്യാൻ പോകുന്നത് അല്ലേ? ഒന്ന് വരൂ. തമിഴ്നാടും കേരളവുമായിട്ടുള്ള സംഭവം ഒരു IPL മാച്ചാണ് നടക്കാൻ പോണത്. എന്തായാലും ഓക്സിജനിൽ വമ്പിച്ച വിലക്കുറവുമായി കേരളം കൂളാകും. AC ഡിസ്കൗണ്ട് സെയിൽ. ഓക്സിജൻ, the cooling expert.